ദൈവത്തിന് മഹത്വം. 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് സഭകൾ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോസ്തലനായ യാക്കോബിനെ പിടിച്ച് ഹെരോദ രാജാവ് വാൾ കൊണ്ട് കൊന്നു. മാത്രമല്ല, യഹൂദന്മാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പത്രോസിനെ പിടിച്ച് വധിക്കുന്നതിനായി തടവിലാക്കി. സഭയിലെ അംഗങ്ങൾ വിശ്വാസം ത്യജിച്ച് പ്രാർത്ഥനയിൽ മടുത്തു പോകേണ്ട സമയം. എന്നാൽ ആ പീഡനങ്ങൾ സഭയെ തകർത്തില്ല. അവർ ഒരുമിച്ച് കൂടുതൽ വിശ്വാസത്തോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു മരണം നടന്നിട്ടും അതിൽ പതറാതെ ദൈവത്തിൽ വിശ്വസിച്ച് തളർന്നു പോകാതെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി പത്രോസിനെ ദൂതനെ അയച്ച് ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അതെ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിൽ അസാധ്യങ്ങൾ സാധ്യമാകും. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും, പ്രാർത്ഥിക്കുവാൻ നിരുത്സാഹം വരുത്തുന്നതാണെങ്കിലും, നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ അടഞ്ഞ വാതിലുകൾ താനെ തുറക്കുന്ന അത്ഭുതങ്ങൾ ഇന്നും നടക്കും. ആമേൻ.